ഹലോ ഗൈസ്, വെൽക്കം ടു യുലു. അപ്പം ഇന്നത്തെ വിഷയം ഒരു യൂസ്ഫുൾ വീഡിയോ ആയാലോ? വയനാട് ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? വയനാടിൻ്റെ പച്ചപ്പും ഹരിതാപവും തണുപ്പും ഏടെ കിട്ടാനാ? എൻ്റെ ഭൂരിഭാഗം ഫ്രണ്ട്സും വയനാട്ടുകാരല്ലാത്ത ആൾക്കാരൊക്കെ പറയും വയനാട്ടിൽ എന്ത് സുഖാടി, അവിടെ കയറുമ്പോൾ തന്നെ വ്യത്യാസം കാണും. ഈ ചുരത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. കോഴിക്കോട് നിന്ന് വയനാട്ടിലോട്ടൊരു കയറ്റം കയറലുണ്ട് ചുരത്തിൽ. അവിടെ എത്തുമ്പം കറക്റ്റ് ആ കാലാവസ്ഥ വ്യത്യാസം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്ക്. ആ പറഞ്ഞ് തന്നെ നമ്മൾ വിഷയം മാറിപ്പോയില്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം, ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വയനാടിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇന്ന് വന്നത്. നല്ലൊരു തറവാട്, പണ്ടത്തെ ഓർമ്മകളൊക്കെ തരുന്ന ഒരു അടിപൊളി സെറ്റപ്പ്, ചുറ്റും നല്ല അടിപൊളി പറമ്പും കാഴ്ചകളും ഒക്കെയുള്ളൊരു വീട്. ഒരു 10 ദിവസത്തേക്കോ 15 ദിവസത്തേക്കോ ഫാമിലീനെ എല്ലാം കൂട്ടി ഇവിടെ വന്ന് താമസിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? തുളസിത്തറ, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടുമോ? അപ്പം ഇത് എനിക്കറിയുന്നൊരു വീടാണ്. എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ളൊരു തറവാടാണ്. ഇവരിത് റെൻ്റൽ ബേസിസിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വാടക വീടായിട്ടോ അല്ലെങ്കിൽ വയനാട് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു 10 ദിവസം നല്ലൊരു അടിപൊളി സ്ഥലത്ത് നിൽക്കണം എന്ന ആഗ്രഹമുള്ളവർക്കോ, അല്ലെങ്കിൽ ഇനി റിസോർട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഈ വീട് എടുത്തിട്ട് അതിനെ കുറച്ചും കൂടെ റെനോവേറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവരുമായിട്ട് സംസാരിച്ചോളൂ. അപ്പോൾ വീടിൻ്റെ ഏകദേശം ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ വീട്ടിലുള്ളത്. നമുക്ക് എല്ലാവർക്കും കൂടെ നിരന്നിരുന്നങ്ങ് സംസാരിക്കാം. 10 ദിവസമൊക്കെ ടൂറിന് വരികയാണെങ്കിൽ കുട്ടികൾക്ക് അല്ലെ കസിൻസിന് എല്ലാവർക്കും കൂടെ ഇങ്ങനെ നിരന്ന് കിടക്കാൻ പറ്റും. കയറുമ്പോൾ തന്നെ ഒരു ഹാളാണ്. ഹാളിൻ്റെ ആദ്യത്തെ സൈഡിൽ കാണുന്നത് ഒരു വലിയ ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അതിനോട് അറ്റാച്ച് ആയിട്ട് നല്ലൊരു ബാത്റൂമും കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ഫർണിച്ചറിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡോറാണെങ്കിലും ലൈറ്റ് ആണെങ്കിലോ ടൈൽസിൻ്റെ കളറാണെങ്കിലും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഈ ഹാളിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ബെഡ്റൂമും ഉണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി മുറിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമും ഏകദേശം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ലിവിങ്ങിന് 2 ബെഡ്റൂം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ പോകുന്ന ഒരു ഹോൾ സ്പേസ് ആണ്. ആ ഹോൾ സ്പേസിന് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂം അറ്റാച്ച് ചെയ്തിട്ട് ഏകദേശം ഒരു 3 കബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് കേട്ടോ ആ ബെഡ്റൂമിലോട്ടുള്ള ഒരു എൻട്രി. ആ ബെഡ്റൂമിൻ്റെ സൈഡിൽ തന്നെയുള്ള നല്ലൊരു ഹോൾ സ്പേസ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ ക്ലിയർ ആയല്ലോ, നേരത്തെ പറഞ്ഞ വ്യൂ കിട്ടിയല്ലോ. നേരെ ആദ്യം ഒരു ഹാള്, അതിനുശേഷം രണ്ടാമത്തെ നമ്മുടെ ഡൈനിങ് സ്പേസ്, അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഈ കിച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നീളമുള്ള കിച്ചനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിരന്ന് നിന്ന് കുക്ക് ചെയ്ത് കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുക്കുന്ന ആലോചിച്ച് നോക്കും. നല്ല അടിപൊളിയാണ്. പൊതുവെ വീതി കൂടിയ കിച്ചണിൽ ഉരുണ്ട് കളിക്കുന്നതിനേക്കാളും സൂപ്പറാണ് നീളമുള്ള കിച്ചൺ. കിച്ചൻ്റെ സൈഡിൽ തന്നെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബാത്റൂം കാണാൻ പറ്റും. ബാത്റൂമിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു സ്പേസ് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതും അത്യാവശ്യം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കേട്ടോ. ഒക്കെ ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അട്രാക്റ്റിംഗ് ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് കിച്ചണിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് തോട്ടവും പറമ്പും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് വീടിൻ്റെ ഏകദേശം ഒരു വ്യൂ. ബാക്ക് സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് കാപ്പി കൃഷിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ സപ്പോട്ട മരമുണ്ട്. എന്താ പറയുക, ഒരു പ്രകൃതിയോട് ചേർന്ന് നിന്ന് കുറച്ച് ദിവസം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇവിടെ വന്ന് നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഇതിന് ആവശ്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ കോൺടാക്റ്റിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഷെയർ ചെയ്തോ. വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.